കപ്പയും ബീഫും ചിക്കനും ഇതെല്ലാം നമ്മളുടെ ഡിസ്റ്റയുടെ കോർ ടീം ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് വൈബ് ആഘോഷിക്കാനായിട്ട് ഇറങ്ങുന്ന ടൈമിൽ കഴിക്കുന്ന ഫുഡുകളാണ്. കപ്പ അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് ഞാൻ വലുതായിട്ട് കഴിച്ചില്ല, ഞാൻ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കൈ കഴുകാൻ പോയ സമയത്ത് അവിടെ സോപ്പും ഇല്ല, ഫുൾ ഓൺ കഫേയുടെ ഓരോ അവസ്ഥകളാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ ഐസ്ക്രീം മേടിച്ച് കഴിക്കാൻ ഒരു കാരണമുണ്ട്. ഗ്ലെൻസി പിന്നെയാണ് ആഡ് ഓൺ ആയത്. അപ്പോൾ ഗ്ലെൻസിക്കാണ് ലോട്ടറി അടിച്ചത്. ഫുൾ ഓൺ കഫേ അല്ല, ഇത് വേറെ ഏതൊരു ഹോട്ടലിൽ നിന്ന് ഗ്ലെൻസിക്ക് നല്ല നൂഡിൽസ് കഴിക്കാൻ ഭാഗ്യമുണ്ടായി. അതായത് അത് കഴിഞ്ഞിട്ട് വിപിൻ സാറ് നല്ല രീതിക്ക് പ്ലാൻ ചെയ്തു, നൈറ്റ് വൈബ് ആഘോഷിക്കാമെന്ന് പറഞ്ഞു. ഒരു 10 കിലോമീറ്റർ ഇതേ കണക്ക് നടപ്പിച്ചു. നടന്ന് കറങ്ങിത്തിരിഞ്ഞ് ഓഫീസിൽ വരിക എന്താണിത്. പോണ വഴിയിൽ ഒരു 100 രൂപയും കളഞ്ഞ് കിട്ടി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് ലൈബ്രറിയിൽ പോയിട്ട് ഇത് കണക്ക് പത്രം വായിച്ചുകൊണ്ടിരുന്നു. പത്രം വായിച്ച സമയത്താണ് പല കാര്യങ്ങളും മനസ്സിലായത്, ഗ്ലെൻസിക്ക് മലയാളം അറിയത്തില്ല എന്ന്. അത് കഴിഞ്ഞ ശേഷം വിപിൻ്റെ ഓരോരോ കാര്യങ്ങൾ പറച്ചിലായി. ഓഫീസിലും സമാധാനം തരത്തില്ല, പുറത്ത് വൈബടിക്കാൻ വരുമ്പോൾ സമാധാനം തരത്തില്ല എന്നാണോ ഷഫല വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അറിയത്തില്ല. മുഖഭാവമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. എന്തായാലും GM ആയതുകൊണ്ട് ഫുള്ളും ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചിരി. പിന്നെ കളഞ്ഞിട്ടിയ 100 രൂപയിൽ നിന്ന് ലൈം മേടിച്ച് കുടിച്ചു. സത്യം പറയുവാണെങ്കിൽ ഒരു 10, 11:30, 12 മണി എന്തോ ആയി നടന്ന് തിരിച്ചു വന്നപ്പം. നടക്കാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുടിച്ച ഈ നാരങ്ങ വെള്ളം ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. കളഞ്ഞിട്ട് പൈസയ്ക്ക് കുടിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല, നല്ല ബോറായിരുന്നു. അത് ഫുൾ ഓൺ കഫേയുടെ ഓപ്പോസിറ്റുള്ള ഏതൊരു കഫേന്നാണ് കുടിച്ചത്. അത് കഴിഞ്ഞ് എല്ലാവരും ടാറ്റ ബൈ പറഞ്ഞു പിരിഞ്ഞു.